ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഹോളിയാ. ഇവിടെ ക്ലൈമറ്റൊന്നും തെളിഞ്ഞിട്ടും ഒന്നുമില്ല. കുറച്ച് മുമ്പേ വരെയും ചാറ്റമഴയുണ്ടായിരുന്നു. ഇതുവരെ ആരും ഹോളി കളിക്കാൻ ഇറങ്ങിയതൊന്നുമില്ല. പെട്ടെന്ന് എല്ലാ പ്രാവശ്യവും ഹോളിയുടെ ദിവസം ആകുമ്പോഴത്തേക്കിനും എത്ര തണുപ്പുണ്ടെങ്കിലും ക്ലിയർ ആകുന്നതാണ്. പെട്ടെന്ന് ഒന്ന് ക്ലിയർ ആവട്ടെ, ഇച്ചിരി വെയിലൊക്കെ വരട്ടെ, എല്ലാവരും ഒരു വർഷം നോക്കിയിരുന്നതല്ലേ ഹോളി ആഘോഷിക്കാനായിട്ട്. അപ്പോൾ ബന്ധുജന സമ്പന്നതയോടെ ജീവിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമല്ലേ. ഒരുപാട് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വരാനും പോകാനും ഒക്കെ കുറേ ബന്ധുക്കൾ വരിക, പോവുക, കഴിക്കുക, കുടിക്കുക, കിടക്കുക, ഇരിക്കുക. അയ്യോ, എന്ത് രസമല്ലേ. ഒറ്റപ്പെട്ടൊന്നും ആരും കഴിയരുത്. കഴിയുന്നത് നമ്മുടെ ബന്ധുക്കളൊക്കെ ആയിട്ട് ചേർന്ന് പോകണം. നമ്മുടെ ബന്ധുക്കളിൽ പണമുള്ളവർ കാണും, പണമില്ലാത്തവർ കാണും, വിദ്യാഭ്യാസം ഉള്ളവർ കാണും, ഇല്ലാത്തവർ കാണും, സ്ഥാനമാനങ്ങളൊക്കെ ഉള്ളവർ കാണും, ഇല്ലാത്തവർ കാണും. പക്ഷെ എല്ലാവരെയും ഒരേ ചിരിച്ച മുഖത്തോടെ സ്വീകരിക്കാനും സൽക്കരിക്കാനും ഒക്കെ കഴിയണം. അത് ഞാൻ കണ്ടത് ഞങ്ങളുടെ അമ്മച്ചിയുടെ അടുത്താണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അടുത്ത് എല്ലാവരെയും ഒരേ രീതിയിൽ സ്വീകരിക്കും. അതൊക്കെ ഒരു പുണ്യമല്ലേ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ബന്ധുക്കളൊക്കെ വീട്ടിൽ വരുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ സന്തോഷം കുഞ്ഞുങ്ങൾക്കാണ് അല്ലേ. അവർ തുള്ളി ചാടി കുത്തി മറിഞ്ഞ് ഭയങ്കര അടിച്ചു പൊളിച്ച് നടക്കും അത്രയും നേരം. പിന്നെ അതുപോലെ എവിടോട്ടേലും പോകുന്നതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷം, ആഹ്ലാദമാണ് അവർക്ക്. പിന്നെ അവർ പോയി കഴിയുമ്പോൾ വിഷമവും തോന്നും. അതൊക്കെ ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് മാറും. ചെറിയ പ്രായത്തിൽ അങ്ങനെ ഒരു ഭയങ്കര സന്തോഷം. കുറച്ചുകൂടെ പ്രായമായി കഴിയുമ്പോഴത്തേനും ഒരു തിരിച്ചറിവ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കിന് അവർക്ക് മനസ്സിലാകും അവർക്ക് ആരൊക്കെയോ ഉണ്ട്. അവർക്ക് ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്, അമ്മായിമാരുണ്ട്, അമ്മാവന്മാരുണ്ട്, ഞാനെല്ലാം ഉള്ളവനാ എന്നുള്ള ഒരു ബോധം അവർക്കുണ്ടാകും. അത് നല്ലതാണ്. ഒരു കംഫേർട്ട് സോണിലാണെന്നുള്ള ഒരു ചിന്ത, അത് ഭയങ്കര സന്തോഷമല്ലേ. നമുക്കെല്ലാവരും ഉണ്ടെന്നുള്ള ഒരു ചിന്ത, നമുക്ക് ഒരു ബോധമുള്ളത് തന്നെ ഭയങ്കര ഒരു നല്ല ഇതല്ലേ. പിന്നെ ഏതെങ്കിലും കാരണങ്ങളാൽ ബന്ധുക്കളുമായിട്ടൊക്കെ അകന്നു കഴിയേണ്ടി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം പിന്നെ ആരെയും നോക്കാൻ പോകരുത്, തിരിഞ്ഞു മറിഞ്ഞു ഒന്നും നോക്കരുത്. കാര്യം ആരും നമ്മുടെ കൂടെ വരും, അല്ലെ നമ്മളോട് സഹകരിക്കാൻ വരും, സഹായിക്കാൻ വരും, അങ്ങനെ നോക്കിയിരിക്കരുത്. അന്നേരം അടിച്ച് മിന്നിച്ചേക്കണം, ഒന്നും നോക്കാൻ പോകരുത്. സ്വന്തമായിട്ട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് ചെയ്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോക്കണം. അവിടെ വിഷമിക്കാനും ചിന്തിച്ചിരിക്കാനും ഒന്നും പോയേക്കരുത്. ഇപ്പം നമുക്ക് നമ്മുടെ സ്വന്തം ബന്ധുക്കളുമായിട്ട് ഒക്കെ വലിയ സഹകരണമൊന്നും ഇല്ലാത്തവർക്ക് അവരുടെ ഈ സുഹൃത്തുക്കളും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. ബന്ധുക്കളെ കാട്ടി സ്നേഹത്തോടെ നിൽക്കുന്നത്, എല്ലാ സഹകരണങ്ങളോടും കൂടെ നിൽക്കുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ അവർക്കൊരു കുറവൊന്നും വരത്തില്ല. അങ്ങനെയുള്ളിടത്തും ചില സമയത്ത് നമ്മളൊന്ന് നോക്കിക്കുക. ഇപ്പം നമ്മളെ എല്ലാ കാര്യത്തിലും നമ്മൾ പരസ്പരം സഹകരിച്ചും നിൽക്കുന്ന ഒരു സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് കൊച്ചുങ്ങളൊക്കെ ആയിട്ട് മുന്നറിയിപ്പൊന്നും ഇല്ലാതെ ചെല്ലുമ്പം അവരുടെ ബന്ധുക്കൾ ആ വീട്ടിൽ കാണും. നിറയെ ആൾക്കാരും സംസാരമൊക്കെ ആണെങ്കിൽ നമ്മൾ സുഹൃത്തിനെ വിളിച്ച് ഒന്ന് കണ്ട്, അവരിറങ്ങി വരുമ്പോഴത്തേന് കണ്ട്, ഞങ്ങളിതുവഴി പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ, പിന്നെ വരാം എന്നും പറഞ്ഞ് നമ്മൾ അവിടുന്ന് പോരും അല്ലേ. അപ്പം നമ്മൾ വിചാരിക്കുമോ, നമ്മൾ അവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്, നമ്മൾ എന്തിനാ പോയി അവരെ ബുദ്ധിമുട്ടിക്കുന്നത്, പിന്നെ ഇവിടെ എപ്പോഴേലും പോകാമല്ലോ എന്ന്. അപ്പം നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളാ കൂടെ ഉള്ളെങ്കിൽ അവർക്ക് അന്നേരം ഒരു വിഷമം തോന്നും. കാര്യം ഒരു വീട്ടിലോട്ട് പോയതല്ലേ. ഇച്ചിരി തിരിച്ചറിവായ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അപ്പോൾ അവർക്ക് തോന്നും, ഇവിടെ നമുക്കൊരു സെക്കൻഡറി പ്രിഫറൻസേ ഉള്ളൂ, അതുകൊണ്ടാണ് അച്ഛനും അമ്മയും ഇനി പോകുന്നതെന്ന്. അങ്ങനെ ഒരു തോന്നൽ വരും. അതേസമയം നമ്മുടെ സ്വന്തം ബന്ധുക്കളുടെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവിടെ ഇതുപോലെ ഇതേ സെയിം സിറ്റുവേഷൻ, നിറയെ ആളും സംസാരവും, ആരാ എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നാര് വന്നിട്ടുണ്ടോ, ഉണ്ടോ, എപ്പോൾ വന്ന്, കാണട്ടെന്ന് പറഞ്ഞ് ഓടി കയറി ചെന്ന് നമ്മൾ സംസാരിച്ച് ഭയങ്കര സന്തോഷത്തിലിരിക്കും. അവിടെ നമുക്ക് അങ്ങനെ തോന്നത്തില്ല. അന്നേരം നമ്മൾ അവിടെ നിന്ന് പോരും ഇല്ല. അപ്പോൾ അങ്ങനെയുണ്ട്. രക്തബന്ധങ്ങളും മറ്റ് ബന്ധങ്ങളിലും നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനകത്തൊരു വേലിക്കെട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ വരെയാ പ്രവേശനം, അല്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കേണ്ടിയ സമയം എപ്പോഴാ എന്നൊക്കെ. അപ്പം നമ്മുടെ രക്തബന്ധങ്ങളൊക്കെ എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് എപ്പോഴും കഴിയണം.
നമ്മൾ നമ്മുടെ ബന്ധുക്കളൊക്കെ ആയിട്ട് സഹകരിച്ചും സ്നേഹിച്ചും കൊടുത്തും വാങ്ങിച്ചും ഒക്കെ കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നല്ലൊരു സംസ്കാരമാണ് പഠിക്കുന്നത്. അപ്പം അഥവാ ഇപ്പോൾ ബന്ധുക്കളുമായിട്ടൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ തർക്കങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു സൈഡിൽ അതിൻ്റേതായ പരിഹാരങ്ങൾ കാണുക. ബന്ധങ്ങളായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുക. ഇപ്പം കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങൾക്ക് ആരുമായിട്ടും ഒരു പ്രശ്നങ്ങളുമില്ല. പ്രശ്നങ്ങളൊക്കെ വലിയവർ തമ്മിലല്ലേ. അപ്പം വലിയവർ തമ്മിലുള്ള ഈ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം അകന്നു കഴിയുമ്പം ഈ മക്കൾക്ക് ചെറിയ സമയത്ത് കിട്ടുന്ന ഒരുപാട് സന്തോഷങ്ങളുണ്ട്. ഈ കൂടി നടക്കുമ്പം കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതൊക്കെ അവർക്ക് നഷ്ടപ്പെടും. അതൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ അവർക്ക് കുറേ കളിപ്പാട്ടം മേടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അവർ പറയുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇഷ്ടം പോലെ മേടിച്ചു കൊടുത്താലൊന്നും അതൊക്കെ ഒരു ഒബ്ജക്റ്റാണ്. അവരുടെ മനസ്സിനെ സന്തോഷപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്, അവർക്കൊരിക്കലും നഷ്ടപ്പെടാത്ത ചില ഓർമ്മകളൊക്കെ. അതൊക്കെ ഈ ബന്ധുക്കളുമായിട്ട് സഹകരിച്ചൊക്കെ പോകുമ്പോഴാണ് അതൊക്കെ അവർക്ക് കിട്ടുന്നത്. എല്ലാവർക്കും കഴിയണം അവരവരുടെ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ. ഒരു ജ്വല്ലറിയുടെ അഡ്വർടൈസ്മെൻറ്റിൽ വിജയ് പറയത്തില്ലയോ, ബന്ധങ്ങൾ സ്വർണം പോലെയാണ്, അത് എത്രയേറെ ഉണ്ടോ അത്രയേറെ സന്തോഷമെന്ന്. എന്ത് സത്യം അതല്ലേ. ഒരുപാട് ബന്ധങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവർക്കും സന്തോഷത്തോടെ കഴിയാൻ സാധിക്കട്ടെ. ഈ ഹോളി ദിവസം എല്ലാവർക്കും നല്ലൊരു ഹോളി ആശംസിക്കുന്നു.